സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുമ്പോഴും ദുരിതത്തിലാണ് തയ്യൽ തൊഴിൽ മേഖല. റെഡിമെയ്ഡ് സ്കൂൾ യൂണിഫോമുകളുടെ കടന്നുവരവും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഏജൻസികൾ നേരിട്ട് യൂണിഫോമുകളുടെ തയ്യൽ തൊഴിൽ ഏറ്റെടുത്തു പോകുന്നതുമാണ് തയ്യൽ മേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. ഓണം, ക്രിസ്തുമസ്, റംദാൻ പോലെ തയ്യൽ തൊഴിൽ മേഖലയിലെ പ്രധാന സീസണുകളിലൊന്നാണ് സ്കൂൾ പ്രവേശനകാലം. റെഡിമെയ്ഡ് സ്കൂൾ യൂണിഫോമുകളുടെ കടന്നുവരവും സ്വകാര്യ സ്കൂളുകളിൽ ഉൾപ്പെടെ യൂണിഫോമുകൾ തുന്നുന്നതിന് മൊത്തക്കരാറുകൾ പലപ്പോഴും ഏജൻസികൾക്ക് കൈമാറുന്നത് ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത തയ്യൽ തൊഴിലാളികളെ ദുരിതത്തിലാക്കി. മുൻകാലങ്ങളിൽ ഏപ്രിൽ അവസാനം മുതൽ യൂണിഫോമുകൾ തയ്ക്കുന്നതിന് തയ്യൽ കടകളിൽ വിദ്യാർത്ഥികളുടെ തിരക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി വിപരീതമാണ്. നേരത്തെയുള്ള മെയ് മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടത്തില്ല. കാരണം രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ഞങ്ങൾ ജോലി ചെയ്താൽ കുട്ടികൾക്ക് ജൂൺ 1-ാം തീയതി സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകേണ്ട സാധനമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, രാത്രി ഇരുന്ന് വരെ നമ്മൾ തയ്ച്ച് ആ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കും. ആ സ്ഥിതിയായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ റെഡിമെയ്ഡിൻ്റെ കടന്നുകയറ്റവും ഇതൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലെന്ന് പറയുന്ന സാധനമേ ഇല്ല എന്ന് വേണം ഞങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. തൊഴിലാളികളെ ഇരുത്തി യൂണിഫോമുകൾ ഉൾപ്പെടെയുള്ളവ തുന്നി നൽകിയിരുന്ന പല തയ്യൽ കടകളും വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആകെ അറിയുന്ന തൊഴിൽ തയ്യൽ മാത്രമായതിനാൽ യൂണിഫോം മേഖലയിലെ റെഡിമെയ്ഡ് കടന്നുവരവിനെ അതിജീവിക്കാനുള്ള ഒരുക്കത്തിലാണ് പരമ്പരാഗത തയ്യൽ തൊഴിലാളികൾ. തയ്യൽ മേഖല പൊതുവെ കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചുരുക്കി പറയാൻ പറ്റുള്ളൂ. ഈ തയ്യൽ തൊഴിലാളികൾ തന്നെ ഇപ്പം തൊഴിലുറപ്പിനാണ് പോകുന്നത്. കാര്യം അവർ കട നടത്താൻ നിവൃത്തിയില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജ് ഇന്നത്തെ കാലഘട്ടം വന്നതുകൊണ്ട് അവരിപ്പോൾ തൊഴിലുറപ്പ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങളെപ്പോലെ തുച്ഛം കുറച്ച് ആളുകൾ മാത്രമേ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. വൻകിട മുതലാളിമാരെല്ലാം സ്കൂളുകളും കോളേജുകളെല്ലാം ഇത് മൊത്തത്തിൽ എടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തയ്യൽക്കാർക്ക് വന്നിരിക്കുന്ന വലിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അങ്ങനെയാണ്. മുൻകാലങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ദിനംപ്രതി 10-ലധികം സ്കൂൾ യൂണിഫോമുകൾ തുന്നിക്കൊടുത്തിരുന്ന പല തയ്യൽ കടകളിലും ഈ സീസണിൽ ചുരുക്കം യൂണിഫോമുകളെ തുന്നി നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്കൂൾ യൂണിഫോമുകൾ തുന്നിക്കൊടുക്കുന്ന തിരക്കുകളിൽ നിന്നും ഒഴിയുകയാണോ തയ്യൽ തൊഴിൽ മേഖല എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.